നമസ്കാരം. പ്രധാന വാർത്തകൾ. മുട്ടം MG യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജിന്റെ പുതിയ മന്ദിരോദ്ഘാടനം നടന്നു. MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ AB ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന കാർഷിക മേളയിൽ KSEB സംഘടിപ്പിച്ച സ്റ്റാൾ ജനോപകാരപ്രദമായി. SNDP യൂണിയൻ തെരഞ്ഞെടുപ്പ് ജനുവരി 3-ന്. വാശിയേറിയ മത്സരത്തിന് കളമൊരുങ്ങി. കേന്ദ്ര സർക്കാർ നൽകിയ പുതുവത്സര സമ്മാനം ഉപയോക്താക്കൾക്ക് ഇരുട്ടടിയായി. പാചകവാതക സിലിണ്ടറിന്റെ വില 230 രൂപ വർദ്ധിപ്പിച്ചത് വ്യാപക പ്രതിഷേധം. വാർത്തകൾ തുടരുന്നു. മുട്ടം MG യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജിന്റെ പുതിയ മന്ദിരോദ്ഘാടനം നടന്നു. MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ AB ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള മുട്ടം എഞ്ചിനീയറിംഗ് കോളേജിന് പുതിയ മന്ദിരം യാഥാർത്ഥ്യമായി. മന്ദിരോദ്ഘാടനം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ AB ജോർജ് നിർവഹിച്ചു. പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ ഷീന ഷുക്കൂറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ റോഷി അഗസ്റ്റിൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. പുതിയ സാധ്യതകളെ കണ്ടറിയുവാനും തൊട്ടറിയുവാനും ഒക്കെ നമുക്ക് കഴിയണം. അതാണ് ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തിന് എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. SNDP യൂണിയൻ തെരഞ്ഞെടുപ്പ് ജനുവരി 3-ന്. വാശിയേറിയ മത്സരത്തിന് കളമൊരുങ്ങി. യൂണിയന്റെ 5 തലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. തൊടുപുഴ SNDP യൂണിയൻ വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും ജനുവരി 3-ന് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 വരെ തൊടുപുഴ വെങ്ങല്ലൂർ ചെറായിക്കൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം ഗുരുദേവ ഓഡിറ്റോറിയത്തിൽ നടക്കും. കഴിഞ്ഞ 7 വർഷം മുൻപാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇത്തരത്തിൽ നടക്കുന്ന ജനകീയ തെരഞ്ഞെടുപ്പിൽ മത്സരം മുറുകുകയാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിലുള്ള പാനലുകളാണ് മത്സര രംഗത്തുള്ളത്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ എന്നിവയിലേക്കാണ് തെരഞ്ഞെടുപ്പ്. കരിങ്കുന്നം ഗവൺമെന്റ് LP സ്കൂൾ സമ്പൂർണ്ണ ഹരിത വിദ്യാലയമാക്കി കാർഷികമേളയിൽ സംഘടിപ്പിച്ച സ്റ്റാൾ ശ്രദ്ധേയമായി. കരിങ്കുന്നം ഗവൺമെന്റ് LP സ്കൂൾ സമ്പൂർണ്ണ ഹരിത വിദ്യാലയമാക്കിക്കൊണ്ട് സംസ്ഥാന കാർഷിക മേളയിൽ പ്രദർശിപ്പിച്ച സ്റ്റാൾ ഹരിതവർണ്ണമായി മാറി. കുട്ടികൾ തന്നെ നട്ടുവളർത്തിയ പച്ചക്കറിയുമായി എത്തിയ കുരുന്നുകളുടെ ഭാവിയിലേക്കുള്ള കേരളത്തിന്റെ ഭക്ഷ്യസുരക്ഷയിലേക്കാണ് സ്റ്റാൾ വിരൽ ചൂണ്ടിയത്. കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി PTA അംഗങ്ങളും അധ്യാപകരും കാണിക്കുന്ന ഉത്സാഹവും ഇവർക്ക് മുതൽക്കൂട്ടാവുന്നതാണ്. സംസ്ഥാന കാർഷിക മേളയിൽ KSEB സംഘടിപ്പിച്ച സ്റ്റാൾ ജനോപകാരപ്രദമായി. വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന കാർഷിക മേളയിൽ KSEB സംഘടിപ്പിച്ച സ്റ്റാൾ ജനോപകാരപ്രദമായി. വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കുന്നതിന് സ്റ്റാൾ ശ്രദ്ധേയമായി. തൊടുപുഴയിൽ നടന്നുവരുന്ന സംസ്ഥാന കാർഷിക മേളയിൽ KSEB ഉപഭോക്താക്കൾക്ക് ഗുണകരമായ രീതിയിൽ നടത്തിവരുന്ന സ്റ്റാൾ ശ്രദ്ധേയമാകുന്നു. വൈദ്യുതി പ്രസരണത്തിൽ ഉണ്ടാവുന്ന നഷ്ടം നികത്തുന്നതിനും ഉപഭോക്താക്കൾക്ക് വീടുകൾ വയറിംഗ് നടത്തിയ ശേഷം 5 വർഷത്തിലൊരിക്കൽ ലൈസൻസ് ഉള്ള വയർമാനെ കൊണ്ട് പരിശോധിപ്പിക്കുന്നതിന്റെ ആവശ്യകതയും, വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്നതിനായി LED, CFL എന്നിവ ഉപയോഗിക്കുക, വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെ ലൈറ്റുകൾ അണച്ചിടുന്നതിന് സംബന്ധിച്ചും പ്രദർശനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. കേരളത്തിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയേക്കാൾ വളരെ കുറച്ച് മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എന്നും സ്റ്റാളിൽ വിശദീകരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ബോധവത്കരണം നടത്തിയാൽ വൈദ്യുതി ഉപയോഗം മൂലം നടക്കുന്ന സാമ്പത്തിക നഷ്ടം ജനങ്ങൾക്ക് ലാഭിക്കാനാവുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ സബ്സ്റ്റേഷനിൽ വന്നിരുന്നു. ഇവിടെ നിന്നാണ് നമ്മൾ വീട്ടിലേക്കുള്ള ഡൊമസ്റ്റിക് പർപ്പസിനുള്ള സപ്ലൈ കൊടുക്കുന്നത്. ഇത് 11 kV ലൈനിൽ വന്നിട്ട് നേരെ ട്രാൻസ്ഫോറിൽ വരുന്നു. ട്രാൻസ്ഫോറിൽ നിന്നാണ് നമ്മൾ വീടുകൾക്ക് ആവശ്യമുള്ള LT ലൈനിലേക്ക് സപ്ലൈ പ്രവഹിക്കുന്നത്. ആ LT ലൈനിൽ നിന്ന് ഓരോ വീടുകൾക്കുള്ള സപ്ലൈ ആണ് നമ്മളിവിടെയൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ 11 kV ലൈനിൽ എവിടെയെങ്കിലും ഒരു ഫാൾട്ട്, അതായത് ഒരു ടച്ചിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ സപ്ലൈ മുടങ്ങുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ലൈന് ഇപ്പോൾ നമ്മൾ ഈ വൈദ്യുതി മുഴുവനും കട്ടായി പോയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്ഥിരം 11 kV ലൈനിൽ ടച്ചിങ് ഉണ്ടായാൽ വൈദ്യുതി മുടങ്ങുന്നത്. അപ്പോൾ ഈ വൈദ്യുതി മുടങ്ങി കഴിയുമ്പോൾ സബ്സ്റ്റേഷനിൽ നിന്ന് 3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അവർ പിന്നെ രണ്ടാമത് ചാർജ് ചെയ്യുന്നത്.
ആ സമയത്ത് ലൈനിൽ മരച്ചില്ലുകളോ കമ്പുകളോ എന്തെങ്കിലും കിടന്നു കഴിഞ്ഞാൽ വീണ്ടും അത് ട്രിപ്പായിക്കൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് തൊട്ടടുത്ത ഏതെങ്കിലും കൺസ്യൂമേഴ്സ് നമ്മളെ വിളിച്ചറിയിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ നമുക്ക് അറിയാൻ സാധിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ സപ്ലൈ പെട്ടെന്ന് തന്നെ റിസ്റ്റോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കേന്ദ്ര സർക്കാർ നൽകിയ പുതുവത്സര സമ്മാനം ഉപയോക്താക്കൾക്ക് ഇരുട്ടടിയായി. പാചകവാതക സിലിണ്ടറിന്റെ വില 230 രൂപ വർദ്ധിപ്പിച്ചത് വ്യാപക പ്രതിഷേധം. പാചകവാതകത്തിന് സിലിണ്ടറിന് 230 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് പുതുവത്സര സമ്മാനം നൽകി കേന്ദ്ര സർക്കാരിന്റെ നടപടി ഉപയോക്താക്കൾക്ക് ഇരുട്ടടിയായി. ആധാർ കാർഡ് നിർബന്ധമാക്കിയ കേന്ദ്ര സർക്കാരിന്റെ നടപടിക്ക് പിന്നാലെയാണ് ജനങ്ങളെ വലയ്ക്കുന്ന പ്രഖ്യാപനം ഉണ്ടായത്. ആധാർ കാർഡ് ഇല്ലാത്തവർക്ക് 1230 രൂപ സബ്സിഡി ഇല്ലാതെ ഇനി മുതൽ നൽകേണ്ടി വരും. ആധാർ കാർഡ് ഉള്ളവർക്ക് മാത്രം സബ്സിഡി കിട്ടുന്ന സ്ഥിതിയാണ് ഉള്ളത്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് മാസം തോറും വില വർദ്ധിപ്പിക്കുന്നതിനിടയിലാണ് ജനങ്ങൾക്ക് ഉപേക്ഷിക്കുവാനോ കുറയ്ക്കുവാനോ സാധിക്കാത്ത പാചകവാതകത്തിന്റെ വില വർധനവ്. കേരളത്തിലെ സാധാരണക്കാരുടെ ജനങ്ങളുടെ കുടുംബ ബഡ്ജറ്റ് താളം തെറ്റിക്കുന്ന നിലയിലായിട്ടുണ്ട്. നിത്യോപക സാധനങ്ങളുടെ വിലവർദ്ധനവ് പിടിച്ചു നിർത്താൻ സാധിക്കാത്ത സർക്കാരിന്റെ നീചമായ നടപടിക്കെതിരെ BJP തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നേതാക്കളായ TS രാജൻ, മുനിസിപ്പൽ കൗൺസിലർ രാജശേഖരൻ, സന്തോഷ് അറയ്ക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പാചകവാതക ഗ്യാസിന്റെ വില അനിയന്ത്രിതമായി കൂട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത്രയും ഭീമമായ ഒരു വില വർധന കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒന്നും തന്നെ നടന്നിട്ടില്ല. ഈ ജനദ്രോഹ നടപടിക്കെതിരെ DYFIയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനത്തിൽ നേതാക്കളായ പ്രമോദ്, യതിൻ ജോസഫ്, സുനിൽ, റഹ്മാൻ, രാജേഷ് രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. തീരുമാനിച്ചുകൊണ്ട് പാചകവാതകത്തിന്റെ വില 225 രൂപയോളം ഒറ്റയടിച്ച് വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് ഈ സമരപടയിൽ നിന്ന് അനുവദിച്ചത്. നമുക്കറിയാം, ഈ സർക്കാർ അധികാരം ഏറ്റവും നാൾ മുതൽ പാചകവാതകത്തിന്റെ കാര്യത്തിലായാലും പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർധനവിന്റെ കാര്യത്തിലായാലും അടിക്കടി ഈ വില വർദ്ധിപ്പിച്ചുകൊണ്ട് സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന സർക്കാരാണ് ഇന്ന് അധികാരത്തിൽ കേരളത്തിലും കേന്ദ്രത്തിലും ഇരിക്കുന്നത്. 2014 കേരളത്തിലെ ജനങ്ങൾക്ക് ഉണർവേകട്ടെ എന്ന ആശംസകൾ നേർന്ന് മീഡിയ ടുഡേ മാനേജ്മെന്റും SNDP മുൻ പ്രസിഡന്റ് CK വിദ്യാസാഗർ, തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, തൊടുപുഴ CI സജി മാർക്കോസ്, കോഓപ്പറേറ്റീവ് സ്കൂൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംരംഭമായ മീഡിയ ഇടുക്കി ചാനൽ തൊട്ടടുത്ത മേഖലകളിലേക്കും കൂടെ വ്യാപിക്കുന്നതിന്റെ ഭാഗമായി ഇനി മുതൽ മീഡിയ ടുഡേ എന്ന നാമത്തിൽ ഈ പുതുവത്സരം മുതൽ അറിയപ്പെടും. എല്ലാ മീഡിയ ടുഡേ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ നേർന്നുള്ളൂ. പുതിയ പ്രതീക്ഷകളുമായി 2014 വന്നെത്തിയിരിക്കുകയാണ്. 2013 വർഷക്കാലം തൊടുപുഴ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങളുടെയും മറ്റെല്ലാ മേഖലകളിൽ നിന്നുള്ള വളരെയധികം സഹകരണം കിട്ടിയ ഒരു വർഷക്കാലമായിരുന്നു. കുറ്റകൃത്യങ്ങളുടെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം കുറ്റകൃത്യങ്ങൾ തടയുവാനും അതോടൊപ്പം തന്നെ കുറ്റകൃത്യങ്ങളുടെ റിപ്പോർട്ടിംഗ് കുറയ്ക്കുവാനും തൊടുപുഴ പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ വഴി കഴിഞ്ഞിട്ടുണ്ട്. അതിന് തൊടുപുഴ ജനമൈത്രി പോലീസിൻ്റെ പൊതുജനങ്ങളുടെയും എല്ലാവരുടെയും സഹകരണം വളരെയധികം ഉണ്ടായിരുന്നു. ഈ 2014 വർഷവും എല്ലാവരുടെയും സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ എല്ലാവർക്കും തൊടുപുഴ പോലീസിൻ്റെ പുതുവത്സര 2014 നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. മീഡിയ ടുഡേക്ക് വേണ്ടി കോഓപ്പറേറ്റീവ് സ്കൂളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പുതുവത്സര ആശംസകൾ. ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ബാക്കി വെച്ചുകൊണ്ടാണ് 2013 വിട വാങ്ങിയത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2013 കൂടുതൽ അധ്യയന വർഷങ്ങൾ നഷ്ടപ്പെട്ട ഒരു വർഷമായിരുന്നു. ഹർത്താലുകളും സമരങ്ങളും ഇല്ലാത്ത സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു പുതുവത്സരമാകട്ടെ 2014 എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. വിഷ് യു എ ഹാപ്പി ന്യൂ ഇയർ. മീഡിയ ടുഡേയുടെ എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. മീഡിയ ടുഡേയുടെ പ്രേക്ഷകരോട് ഈ അവസരത്തിൽ പറയുവാനുള്ളത് എല്ലാവർക്കും പുതുവത്സര ആശംസകളോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. സിയോണക്സ് ടെക്നോളജീസ് വെബ് ഡിസൈനിംഗ് ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ജനുവരി 2 രാവിലെ 10:30 തൊടുപുഴയിൽ മന്ത്രി PJ ജോസഫ് നിർവഹിക്കും. യുവത്വം പുതുതലമുറയിൽ ഊന്നൽ നൽകുന്ന വെബ് ഡിസൈനിംഗ് ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലേക്ക് മുതൽക്കൂട്ടായി ഒരു സ്ഥാപനം തൊടുപുഴയിൽ ആരംഭിക്കുന്നു.
IT മേഖലയിലും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ രംഗത്തും ഉൾപ്പെടെ വളർച്ചയുടെ പടവുകൾ താണ്ടുന്ന തൊടുപുഴയിലേക്ക് തിലകക്കുറിയായി xiyonex ടെക്നോളജീസ് എന്ന സ്ഥാപനം തൊടുപുഴ BSNL എക്സ്ചേഞ്ചിന് സമീപം ജോയിന്റ് കൗൺസിൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം 2014 ജനുവരി 2 രാവിലെ 10:30 മന്ത്രി PJ ജോസഫ് നിർവഹിക്കുന്നു. മീഡിയ ടുഡേ ചാനലിന്റെ വെബ്സൈറ്റ് ലോഞ്ചിംഗ് ഇടുക്കി പ്രസ് ക്ലബ് സെക്രട്ടറി വിനോദ് കണ്ണോളിൽ നിർവഹിക്കുന്നതാണ്. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് തൊടുപുഴ KFC ബ്രാഞ്ച് മാനേജർ അനിൽ ജോൺ എബ്രഹാം, വ്യാപാര വ്യവസായി തൊടുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ്, ജോയിന്റ് കൗൺസിലർ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം A. സുരേഷ് കുമാർ, മീഡിയ ടുഡേ മാനേജിംഗ് ഡയറക്ടർ സുനേഷ് ബാബു TV, വാർഡ് കൗൺസിലർ സുബൈദ സെയ്ദ് മുഹമ്മദ് എന്നിവർ സംസാരിക്കുന്നു. സന്ദേശങ്ങൾ നൽകുന്നത് തൊടുപുഴ CIC പള്ളി വികാരി റവറന്റ് ഫാദർ PJ ജോസഫ്, റവറന്റ് ഫാദർ KG സാമുവൽ എന്നിവരാണ്. ബാങ്ക് ഇടപാടുകൾ നടത്തുന്നതിനായി സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കുന്ന ഇന്ത്യൻ ബാങ്ക് അസോസിയേഷന്റെയും കുറ്റകരമായ നിലപാടുകൾക്കെതിരെ അതിന് കൂട്ടുനിൽക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകൾക്കെതിരെയും പ്രതികരിച്ചുകൊണ്ട് രാജ്യത്തുടനീളം ഇന്ന് വമ്പിച്ച പ്രതിഷേധ പ്രകടനങ്ങളും സമരങ്ങളും ധർണകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മുന്നോടിയായി ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ യൂണിയൻ ബാങ്കിന്റെ മുൻപിൽ നടന്ന ധർണാ സമരം AIBA ഇടുക്കി ജില്ലാ സെക്രട്ടറി സഹാവ് PK ജോൺ ഉദ്ഘാടനം ചെയ്തു. UBIU ഓർഗനൈസിംഗ് സെക്രട്ടറി സഹാവ് PK ജബാർ, AIBA ജില്ലാ പ്രസിഡന്റ് സഹാവ് TS അണ്ണി എന്നിവരും പ്രസംഗിച്ചു. ബാങ്കിംഗ് മേഖല ആക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ അക്ഷയ കേന്ദ്രം വഴി 6000 രൂപയുള്ള വരെയുള്ള ഇടപാടുകൾ നടത്താനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. ആ നീക്കത്തിനെതിരായിട്ട് ഇന്ത്യയിലെമ്പാടും ബാങ്കിംഗ് ജീവനക്കാരുടെ വിപ്ലവ സംഘടനയായ AIBയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ വ്യാപകമായി സമരം നടത്തുകയാണ്. ഇന്ന് സൂചനയിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. സ്വകാര്യ മേഖലയെ വളർത്താനായിട്ട്, വിദേശ ബാങ്കുകളെ കൊണ്ടുവരാനായിട്ട്, പൊതുമേഖല ബാങ്കിനെ നശിപ്പിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ശ്രമിക്കുമ്പോൾ അതിനെതിരെയായിട്ടുള്ള പ്രതിഷേധമാണ് ഈ സമരം. PK ജോണിനെ ക്ഷണിക്കുന്നു. യാതൊരു തീരുമാനങ്ങളുണ്ടാകാതെയും ഒരു ഒത്തുതീർപ്പിന് വിളിക്കാതെയും നീങ്ങുന്ന കാലഘട്ടത്തിലാണ് ഇന്ന് മറ്റൊരു സമരമായി നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, സമരത്തിന് കൊതിയുണ്ടായിട്ടോ അല്ലെങ്കിൽ സമരം നടത്താൻ വേണ്ടി ആഗ്രഹിച്ച് ചെയ്യുന്നതല്ല. സാങ്കേതികമായി അല്ലെങ്കിൽ ഗവൺമെന്റിന്റെയും ഇന്ത്യൻ ബാങ്ക് അസോസിയേഷന്റെയും പിടിവാശിയും അവർ ബാങ്കിംഗ് മേഖലയിൽ നടപ്പിലാക്കാൻ പോകുന്ന സാമ്പത്തിക നയങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ ഗുരുതരമായ സംഭവവികാസങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഈ കഴിഞ്ഞ മാസങ്ങളിൽ നമുക്കറിയാം, പേപ്പറിലൊക്കെ ന്യൂസ് വന്നിരുന്നു. സ്വകാര്യ വ്യക്തികൾക്ക് ബാങ്കിലെ പണമിടപാട് നടത്താനുള്ള ലൈസൻസ് കൊടുക്കുകയാണ്. നമുക്കറിയാം, അത് വളരെ ദൂഷ്യം ചെയ്യുന്ന ഒന്നാണ്. കാരണം ഈ ഏജൻസികൾ ബോംബെയിലും ബാംഗ്ലൂരും ഉള്ള ഏജൻസികളെയാണ് ഏൽപ്പിക്കാൻ പോകുന്നത്. അവരെത്രത്തോളം ഇത് വിജയിപ്പിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ജനങ്ങളുടെ പണം സ്വരൂപിച്ചിട്ട് അത് എങ്ങനെ ബാങ്കുകൾ അടയ്ക്കും, അതിനെത്ര വിലമുണ്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഉണ്ടെന്നൊന്നും ബാങ്ക് മാനേജ്മെന്റ് പറയുന്നില്ല. അത് അന്വേഷിച്ചപ്പോൾ ചോദിച്ചപ്പോൾ അവർ അതിനൊന്നും ഞങ്ങൾക്ക് ഗ്യാരണ്ടി ഇല്ല എന്ന്. പ്രധാന വാർത്തകൾ വീണ്ടും. മുട്ടം MG യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജിന്റെ പുതിയ മന്ദിരോദ്ഘാടനം നടന്നു. MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ AB ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന കാർഷിക മേളയിൽ KSEB സംഘടിപ്പിച്ച സ്റ്റാൾ ജനോപകാരപ്രദമായി. SNDP യൂണിയൻ തെരഞ്ഞെടുപ്പ് ജനുവരി 3 വാശിയേറിയ മത്സരത്തിന് കളമൊരുങ്ങി. കേന്ദ്ര സർക്കാർ നൽകിയ പുതുവത്സര സമ്മാനം ഉപയോക്താക്കൾക്ക് ഇരുട്ടടിയായി. പാചകവാതക സിലിണ്ടറിന്റെ വില 230 രൂപ വർദ്ധിപ്പിച്ചത് വ്യാപക പ്രതിഷേധം. ഇതോടെ ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.